സിമ്പിൾ ആവാനായിട്ട് എങ്ങനെ സാധിക്കുന്നത്? അത് നമ്മുടെ ഈ നോർമലി ഫിലിം അല്ലെങ്കിൽ ഇച്ചിരി ഫെയിം ആവുമ്പോൾ സെലിബ്രിറ്റി അല്ലേ? അത് ഈ സെലിബ്രിറ്റി എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മനസ്സിലുണ്ടാവുള്ളൂ. എൻ്റെ മനസ്സിൽ ഞാൻ എപ്പോഴും സാധാരണക്കാരനായിട്ടുള്ള ഒരു സാജു ആയിരിക്കണം. എന്നാലാണ് നമ്മൾ അടുത്ത വീട്ടിലുള്ളവരോട് സംസാരിക്കുകയുള്ളൂ, മുമ്പേ പോണവരെ കണ്ടാൽ ചിരിക്കുകയുള്ളൂ. എന്നാലേ നമുക്ക് അവർക്കൊരു വിഷമങ്ങളുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവുള്ളൂ. അല്ല നമ്മൾ അവരെ കാണുമ്പോഴത്തേക്ക് നോക്കണ്ട വിട്ടോന്ന് പറഞ്ഞ് ഇങ്ങനെ പോകുന്ന ആൾക്കാരെ നമുക്ക് അവരുടെ വിഷമങ്ങൾ മനസ്സിലാവില്ല. ഞാൻ അവിടെ നിന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങിയ എല്ലാ അമ്മച്ചിമാരായിട്ട് സംസാരിക്കണം. അവിടെ വീടിൻ്റെ സൈഡിൽ തന്നെ മീൻ വിൽക്കണ ഒരു ചേച്ചിയുണ്ട്, ഒരു അമ്മച്ചി. അവിടെ കൊണ്ട് വണ്ടി എടുത്തിട്ട് നമ്മൾ ചേച്ചി 2 പാക്കറ്റ് ചന്ദനത്തിരി പോടാം അതൊക്കെ അയ്യോ മോനായിരുന്നെന്ന് ചോദിക്കും. അതെല്ലാവരായിട്ടും സംസാരിച്ചു പോകാം. നമ്മൾ ഈ പറഞ്ഞ ഒരു ജീവിതമല്ലേ ഉള്ളൂ. ഞങ്ങളുടെ ഇരിപ്പ് കണ്ട പടത്തിന്റെ പേര് പ്രതിന്ന് ഇടാൻ പറ്റുള്ളൂ അല്ലേ? ഇടാൻ പറ്റില്ല. ആക്ടർ എന്നുള്ളതിനൊക്കെ അപ്പുറത്തേക്ക് സാജുട്ടൻ പറഞ്ഞ പോലെ നമ്മൾ മനുഷ്യനായിട്ട് ജീവിച്ചു മരിക്കുക എന്ന് പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ. അത് സാജുട്ടൻ്റെ ആ ഒരു പറഞ്ഞ പോയിന്റ് ഞാൻ എപ്പോഴും എൻ്റെ മനസ്സിലുള്ള ഒരു സംഗതിയാണ്. നമ്മളൊരു ഞാനിപ്പോൾ 1 മണിക്കൂർ പോകണം, എനിക്ക് 1:30 മീറ്റിംഗ് ഉണ്ടായിരുന്നതാണ് പ്രൊഡ്യൂസറായിട്ട്, എൻ്റെ പടത്തിൻ്റെ പ്രൊഡ്യൂസറായിട്ട്. പുള്ളി എപ്പോഴും ഹോട്ടലിൽ നിൽക്കുക. അപ്പോൾ ഞാനിവിടെ ഇരുന്നിട്ട് ഇപ്പോൾ ഇത്രയും സമയമായിട്ട് ഞാനിത് ഇൻ്റർവ്യൂ കൊടുത്തിട്ട് ഞാൻ അടുത്ത പോകുന്നുണ്ട്. പക്ഷേ പുറത്തിറങ്ങി തിരിച്ചു വന്നാൽ താഴെ പോയിട്ട് തിരിച്ചു വന്നാൽ ഇതെന്താണെന്ന് വെച്ചാൽ ഒരു പടം ചെയ്യാനായിട്ടൊരു പ്രൊഡ്യൂസർ മുന്നോട്ട് വന്നാലേ നമ്മളുള്ളൂ. ഈ പറയുന്ന രീതിയിൽ നമ്മൾ പറയാം ആർട്ടിസ്റ്റുകളെ പാതിരാത്രി വരെ പണിയെടുപ്പിക്കുന്നത്, വെളുക്കും വരെ ഷൂട്ട് ചെയ്യിക്കുന്നത്, ഇതൊന്നുമില്ല. നമ്മളൊരു ഡേറ്റ് പറഞ്ഞിട്ട് ആ ഡേറ്റിന് പേയ്മെൻറ്റും പറഞ്ഞിട്ട് നമ്മൾ പോയേക്കണം. കേൾക്കാനാട്ടാ അടുത്ത പടങ്ങളൊക്കെ ചെയ്യണ്ട. അപ്പോൾ നമ്മളൊരു ഡേറ്റിന് പേയ്മെൻറ്റ് പറഞ്ഞിട്ട് ഇവരെ വന്നത്. ആ ഡേറ്റിന് അവരെപ്പോൾ ഷൂട്ട് ചെയ്യുന്നു, എങ്ങനെ ഷൂട്ട് ചെയ്യുന്നു, അത് അവരുടെ ഇഷ്ടമോ. നമ്മുടെ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ അവർ പറയുമ്പോൾ ഷൂട്ട് ചെയ്യുക. ചിലപ്പോൾ നമ്മൾ വൈകുന്നേരം വരെ ഇരുത്തും, അവിടെ ഷൂട്ട് ചെയ്യും. അത് അവരുടെ കംഫർട്ട് സോൺ നോക്കിയിട്ട് ചെയ്യുന്നതാണ്. അപ്പം ഇത് നമ്മുടെ ഈ ഡേറ്റ് പറഞ്ഞാൽ ആ ഡേറ്റിന് നമ്മൾ അവൈലബിൾ ആകും, അത്രേ ഉള്ളൂ. ഇത് വെളുപ്പിനെ വരെ എന്നെ ഷൂട്ട് ചെയ്യിച്ചു എന്നൊക്കെ പറഞ്ഞ് പരാതി പറയലും എന്ത് കാര്യമായിരിക്കണം. വെളുപ്പിനെ വരെ ഷൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ ഉച്ചയ്ക്ക് ഷൂട്ട് തുടങ്ങുള്ളൂ. ഞാൻ അഭിനയിച്ച സിനിമകളിലൊക്കെ അങ്ങനെ. ഇനിയിപ്പോൾ അഥവാ വെളുപ്പിനെ ഷൂട്ട് കഴിഞ്ഞിട്ട് 10 മണിക്ക് തുടങ്ങണമെങ്കിൽ അവർ നമ്മൾ റിക്വസ്റ്റ് ചെയ്യുള്ളൂ, എങ്ങനെയും വന്ന് രാവിലെ ചെയ്യണോട്ടെ, നമ്മുടെ പടം മുമ്പോട്ട് പോകില്ലെന്ന് പറയുമ്പോൾ അത് റിക്വസ്റ്റ് ചെയ്തിട്ടേ, അല്ലാണ്ട് എണീറ്റോടാ പടം ചെയ്യണം ഒന്നും ആരും പറയുന്നില്ല. അത് പറഞ്ഞില്ല. ഇതിപ്പോ എനിക്ക് തോന്നുന്നു ലൊക്കേഷൻ്റെ ഫസ്റ്റ് ഡേ ഷൂട്ട് ഞങ്ങൾക്ക് 2 ദിവസം കഴിഞ്ഞിട്ട് സാധിച്ചുകൊണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ. സമയം ഞങ്ങൾ ഈ പുതിയ ആൾക്കാർ, ഞങ്ങൾ പിള്ളേർ സെറ്റൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതേ സെയിം ഇപ്പം എന്താണോ പറഞ്ഞത് പുള്ളി അന്നും ഇതാ പറഞ്ഞത്. സമയം അല്ലെങ്കിൽ നമ്മളിപ്പോൾ എത്ര വലിയ ആർട്ടിസ്റ്റ് ആയാലും നാളെ നിങ്ങൾ ചിലപ്പോൾ ആവും. ആ സമയത്ത് എൻ്റെ സമയത്തിനെ വരാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഞാൻ ലേറ്റായിട്ടേ വരുള്ളൂ, അതൊന്നും അല്ല. വേറെ നമ്മൾക്ക് വേണ്ടി വേറെ ആൾ വെയിറ്റ് ചെയ്യരുത്. പുള്ളി കുറേ സമയമായിട്ട് പോകാൻ ഇറങ്ങിക്കുമായിരുന്നു. സീരിയസ്ലി പറയുകയാണ്. പുള്ളിയുടെ യാത്ര വയ്ക്കാൻ വന്നപ്പോൾ അതെ നമ്മുടെ കൂടെ ഇരുന്നതാണ്. ഞാൻ ഏറ്റവും വലിയ സന്തോഷം നമുക്ക് അതിശയം തോന്നിയത് പ്രണവ് മോഹൻലാൽ ലൈഫ് ഓഫ് ജോസൂട്ടി എന്ന് പറഞ്ഞ സിനിമ ദിലീപേട്ടൻ്റെ പടം ഞങ്ങൾ ചെയ്തിട്ടിരിക്കുമ്പോൾ ഞങ്ങൾ ലഞ്ച് കഴിക്കുമ്പോൾ ഞങ്ങളെല്ലാവരും ടേബിളിൽ ഇരുന്ന് കഴിക്കുന്നത്. പ്രണവ് ഒരു മരത്തിൻ്റെ വേരയിൽ പോയി താഴ്ത്തിരുന്നിട്ട് ഭക്ഷണം കഴിക്കുക. അപ്പോൾ ഞാൻ ചെന്നിട്ട് അവിടെ വന്നിരുന്ന് കഴിക്കാൻ പോലെ ഇല്ല. കാരണം ഡയറക്ടറും എല്ലാവരും ഇരിക്കുന്നത് അവനപ്പോൾ അവിടെ ലാലേട്ടൻ്റെ മോനെന്നോ അല്ല പ്രണവ് മോഹൻലാലെന്നൊന്നുമല്ല ചിന്തിച്ച്, അവൻ അസിസ്റ്റൻറ്റ് ഡയറക്ടർ. പക്ഷേ അസിസ്റ്റൻറ്റ് ഡയറക്ടർ അങ്ങനെ ഇരുന്ന് കഴിക്കണമെന്നില്ല. പക്ഷേ ഈ അവനാ ഇരിപ്പുണ്ടപ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് എനിക്ക് അതിശയിച്ചു. കാരണം നമ്മുടെയൊക്കെ വീട്ടുകാർ ഈ പൊസിഷനെങ്കിലും നമ്മൾ ഇപ്പുറത്ത് കാരവാനിൽ പോയിരുന്ന് കഴിക്കും, നമ്മുടെയൊക്കെ സ്വഭാവം വെച്ച് അല്ലേ. പക്ഷെ ആ ചെക്കൻ അവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കായിരുന്നു, ഒരു പ്ലേറ്റും വെച്ചിട്ടുണ്ടായിരുന്നു കഴിക്കുന്നു. സിംപ്ലിസിറ്റി മറ്റുള്ളവരായിട്ട് എത്രത്തോളം ഡൗൺ ടു എർത്തായിട്ടിരിക്കുന്നു അത്രത്തോളം വളരുമെന്നാണ്. നമ്മളൊരു മനുഷ്യൻ്റെ മുമ്പിൽ താന്നാ നമ്മൾ ജയിച്ചെന്ന് അർത്ഥം. ഉറപ്പായി. അപ്പം ആരതി, ഇപ്പം ആദ്യത്തെ സിനിമയായിരുന്നു ഇത്, ഇതിന് ശേഷം 2-3 പടങ്ങളൊക്കെ ചെയ്തു. അപ്പം ഓരോ സിനിമകൾ ചെയ്യുമ്പോഴും നായികനാണ് കയറി ആരുടെയും വിളിച്ചത്. ആരടിന്നല്ലോ നീ ആരുടെ ഇതിപ്പോ ഇവന്മാർ ഇത് കട്ട് ചെയ്ത് കൂട്ടാ നായകനെ കയറി കേട്ടോ ആങ്കർ തെറി പറഞ്ഞു. ആരതിന്നല്ലേ കേട്ടെ, ഒന്നുകൂടെ ഉറപ്പിച്ച. എങ്ങനെയുണ്ടായിരുന്നു? ഓരോ സിനിമകൾ ചെയ്യുമ്പോൾ ഓരോ കഥാപാത്രങ്ങളായിരിക്കും, നമുക്ക് ഇതിന്റെ പോലെ ഓരോ ലെസൺസ് ആയിരിക്കും നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ തുടക്കം എന്ന ലെവലിൽ എങ്ങനെ ഉണ്ടായിരുന്നു ഈ കഥാപാത്രം കിട്ടിയ സമയത്ത്? ഇത് വിചാരിച്ച പോലെ തന്നെ പേടിയുണ്ടായിരുന്നോ? പേടി ആദ്യം നല്ല ടെൻഷനായിരുന്നു. ഇപ്പോൾ നമ്മളൊരു ഞാനൊരു ഡാൻസറാണ്. അപ്പം ഒരു സ്റ്റേജിൽ കയറുമ്പോൾ സ്റ്റാർട്ടിങ്ങിൽ നമ്മളിപ്പോൾ ഓഡിയൻസിനെ കാണുമ്പോൾ ഭയങ്കര പേടിയായിരിക്കും. പക്ഷേ അവരെങ്ങനെ റിയാക്ട് ചെയ്യും അല്ലെങ്കിൽ എങ്ങനെ ഫേസ് ചെയ്യും. ഒന്ന് ആ മ്യൂസിക് തുടങ്ങി കുറച്ചങ്ങോട്ട് ചോടച്ചോയുമ്പോഴത്തേക്കും ഞങ്ങൾ ശരിയാവും. ആ ഒരു സംഭവമായിരുന്നു ഇവിടെ ആദ്യം വരുമ്പോൾ ഈ പോസ്റ്റേഴ്സിൽ കാണുന്ന പോലെ ഇത്രയും വലിയ ആൾക്കാരാണ്, എല്ലാ സിനിമകളിലും ചിരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആർട്ടിസ്റ്റുകളാണ്, സീനിയേഴ്സാണ്, അപ്പോൾ ലെജൻസ് ആണ്. അപ്പോൾ അവരുടെ കൂടെ ഞാനും ഒരു സ്ക്രീന് എനിക്കും ഷെയർ ചെയ്യാൻ ഒരു അവസരം കിട്ടിയെന്ന് പറയുമ്പോൾ ഭയങ്കര ടെൻഷനായിരുന്നു. പിന്നെ എൻ്റെ അമ്മ ഒരു ആർട്ടിസ്റ്റായിരുന്നു. സോ അമ്മ ഉള്ളതുകൊണ്ട് ചെറിയൊരു ധൈര്യം ഉണ്ടായിരുന്നു. ഐ ക്യാൻ ഹെൽപ്പ് ആസ്ക് ഹെൽപ്പ് ചോദിക്കാം, അമ്മ ഇപ്പം എന്താണ് എനിക്ക് പറഞ്ഞുതരുമോ. പക്ഷെ അതിനൊന്നും ആവശ്യം വന്നില്ല. ഇവരൊക്കെ തന്നെയായിരുന്നു എൻ്റെ ടീച്ചേഴ്സ് ആക്ച്വലി. എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഓരോ സീൻസ് കഴിയുമ്പോഴും ഇവരൊക്കെ സാധാരണ ആർട്ടിസ്റ്റുകളൊക്കെ ആണെങ്കിൽ അവരായിട്ടൊരു ഗ്യാങ് ഉണ്ടാക്കി അവർ മാറിയിരിക്കും. പക്ഷെ ഇവരൊന്നും അങ്ങനെയല്ല.
നമുക്കുള്ള ഒരു ഫാമിലി പോലെ ആയിരുന്നു. ഞങ്ങളുടെ അടുത്ത് അടുത്ത സീൻസിനെ കുറിച്ച് പറഞ്ഞുതരാം, അങ്ങനത്തെ ഒരു ടെൻഷൻ ക്യാരവാനില്ലായിരുന്നു, അതാരും മാറിക്കാൻ വേറെ വഴിയില്ല. വേറെ വഴിയില്ല. ഇതല്ല എന്തായാലും ഇവരുടെ കൂടെ കൂടിയിട്ടേ കുട്ടികളെല്ലാവരും ഉണ്ടല്ലോ. അപ്പം ജാഫർക്ക് വന്നിട്ടാണെങ്കിൽ ഞങ്ങൾ എല്ലാവരും അതുപോലെ തന്നെ ഇരുന്ന് സംസാരിക്കുമ്പോൾ വേറെ പുറത്തോട്ട് ഇറങ്ങിപ്പോയി നിൽക്കാൻ പിന്നെ വഴിയാണ് വാതിക്കൽ, ഈ മുറ്റവും ഇതൊക്കെ ഉള്ളു. അത് പറഞ്ഞാൽ അവരുടെ കൂടെ ഇരുന്നു, അല്ലാണ്ട് നമ്മൾ ചാട കാണിക്കാതെ ഒന്നും ഇരുന്നല്ല. അല്ല ജാട ഇട്ടായിരുന്നു, പക്ഷേ ജാടയുള്ള ആൾക്കാരാണ്. ഇല്ല, എനിക്ക് അങ്ങനെ സത്യമായിട്ട് എനിക്ക് തോന്നിയ കാര്യമാണ്. ഇവരൊക്കെ ഭയങ്കര സപ്പോർട്ടീവ് ആണ്. അല്ലെങ്കിൽ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞു തരുമ്പോൾ ഒരു സീൻ കഴിയുമ്പോൾ നിനക്ക് കഴിവുണ്ട്, അല്ലെങ്കിൽ യു ക്യാൻ ഡു ഇറ്റ് എന്ന് പറഞ്ഞിട്ട് കുറച്ച് നല്ല മോട്ടിവേഷൻ തന്ന ആൾക്കാരാണ് ഇവരൊക്കെ. അല്ല ഇവരെന്തായാലും വേറെ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ വന്ന ആ ടീം ഫുള്ള് നല്ല എനർജറ്റിക് ആയിട്ടുള്ള ആർട്ടിസ്റ്റുകളാണ്. കാരണം ഇവരുടെ ഈ കോളേജ് ഇങ്ങനെയുള്ള ഒരു തല്ലിപ്പൊളി എല്ലാം കിടക്കണില്ലേ, അത് ഗ്യാങ് വർക്ക് എല്ലാം ഭയങ്കര ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇരുന്ന് പറഞ്ഞ പോലെ അല്ല, നന്നായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അത് ഞങ്ങൾക്ക് സന്തോഷം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം ഈ ഞാനും സുധീഷ് എന്നൊക്കെ അങ്ങോട്ട് മാറി ഒരു 3 കസേരയിട്ട് ഇരുന്ന് ഇവരിവിടെ ഇരുന്ന് വർത്താനം പറയുന്നത് ഷോർട്ട് റെഡി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർക്ക് ഭയങ്കര ഒരു അകൽച്ച ഉണ്ടാവും, അല്ലെങ്കിൽ ഞങ്ങളോട് സിങ്ക് ആവാൻ പാടായിരിക്കും. ഞങ്ങൾ ഇവരിവിടെ വന്ന് വർത്താനം പറഞ്ഞ് ചിരിച്ചും കളിച്ചിരിക്കുമ്പോൾ ഷോർട്ട് റെഡി എന്ന് പറയുമ്പോൾ ഞങ്ങൾ ഇതേ മൂടി പോയിട്ട് തന്നെ അവിടെ അഭിനയിക്കുന്നത്, അപ്പോൾ പ്രശ്നം ഉണ്ടാവില്ല. അതെ, സെയിം മൂഡാണ് സിനിമയിലും. എന്ന് വെച്ചാൽ ഞങ്ങളുടെ സെറ്റിൽ എങ്ങനെയായിരുന്നു, ഒരു ഫാമിലി പോലെ ആയിരുന്നു. അപ്പോൾ ആ ട്യൂട്ടോറിയൽസും കാര്യങ്ങളും സാധിച്ചേട്ടനൊക്കെ ഞങ്ങൾക്ക് ഹോസ്റ്റലിൻ്റെ സംഭവമായിരുന്നു. അപ്പം അഞ്ജന ചേച്ചിയൊക്കെയാണ്. ഞങ്ങൾ ഈ ബ്രേക്ക് പറയുന്ന സമയത്ത് ഞങ്ങളൊക്കെ ഒരുമിച്ച് ആരും അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നില്ല, ഇവരൊന്നും മാറിയിരിക്കുക അങ്ങനെയൊന്നും ഇല്ല. എസ്പെഷ്യലി വിജയേട്ടനൊക്കെ ഞാൻ പറഞ്ഞില്ലേ താര് ഇരിക്കി അങ്ങനെ പറയൂ, നിന്ന് സംസാരിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ പുള്ളിയൊക്കെ ഭയങ്കര എൻജോയ്മെന്റ് എവിടെ വളർന്നു പോയ ദിവസത്തിൽ പൊക്കം വയ്ക്കുന്നുണ്ട് ഇരിക്കുന്നു, ഭയങ്കര രസമായിരുന്നു കേട്ടോ. പിന്നെ അടുത്ത സെറ്റിൽ പോകുമ്പോൾ ഇവരെ പോലെ തന്നെ വേറെ കുറെ ആർട്ടിസ്റ്റ്, സീനിയർ ആയിട്ടുള്ള ആർട്ടിസ്റ്റ്. പക്ഷേ കിട്ടൂല, അല്ലെങ്കിൽ അങ്ങനെ വേണമെങ്കിൽ നീ അടുത്ത തെറ്റിലും പറഞ്ഞാൽ സായിച്ചേട്ടനൊക്കെ വിളിക്കാൻ സായിച്ചേട്ടനോട് അഭിനയിക്കത്തുള്ളൂ. അങ്ങനെയല്ല ഓരോ പക്ഷെ ശരിയാണ് ചേട്ടൻ പറഞ്ഞ പോലെ ചില സെറ്റുകളിൽ ഓരോ ആൾക്കാർ ഡിഫറെന്റ് ആണ്, എല്ലാ ആൾക്കാരും ഒരുപോലെ അല്ലല്ലോ. പക്ഷെ എന്നാലും അവരും സംസാരിക്കും. പക്ഷെ ഇത്ര വൈബ് ഫസ്റ്റ് മൂവിയിൽ തന്നെ ആ ഒരു വൈബ് കിട്ടാന്ന് പറഞ്ഞാൽ ഐ എം ലക്കി. ഞാൻ മാത്രമല്ല, വേറെ എല്ലാവരും ന്യൂ കമേഴ്സ് ആയിട്ട് ഞങ്ങളുടെ ഇതിൽ എത്ര പേരുണ്ടോ അവരൊക്കെ. ഈ ട്യൂട്ടോറിയൽ എന്നൊക്കെ പറയുമ്പോൾ പണ്ട് ഇവരൊക്കെ പഠിച്ചിട്ടുണ്ടാവും, പക്ഷെ താൻ പഠിച്ചിട്ടുണ്ടോ? ഇല്ല ഇല്ല. എങ്ങനെ ഉണ്ടായത് ആ ഒരു എക്സ്പീരിയൻസ്? ഇപ്പൊ നമ്മുടെ കോളേജ് ലൈഫ് അറിയാം നമുക്ക്, വൈബാണ്. ഒരു വൈബൊന്നും ഇല്ല, എന്റെ കോളേജ് സ്ട്രിക്റ്റ് ആയിരുന്നു. വൈബൊന്നും ഇല്ലായിരുന്നു, ഒന്നും ഉണ്ടായിരുന്നില്ല. വീട്ടിലും സ്ട്രിക്റ്റ് ആണ്, കോളേജിലും സ്ട്രിക്റ്റ് ആണ്. പക്ഷെ ഞാൻ ഇച്ചിരി അലമ്പാണ്. ഞാൻ മാത്രം അലമ്പാണ്. അത് പക്ഷെ ആർക്കും അറിയത്തില്ല. എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ കോളേജ് ലൈഫ് നോക്കുകയാണെങ്കിൽ ഈ ട്യൂട്ടോറിയൽ ലൈഫ് നോക്കുകയാണെങ്കിൽ? നമ്മുടെ പ്രതിഭ ട്യൂട്ടോറിയൽസ് അടിപൊളിയാണ്. ഞാൻ ചിന്തിച്ചിട്ടുണ്ട് ഇതുപോലൊരു ട്യൂട്ടോറിയൽസിൽ എന്താ ഞാൻ പഠിക്കാത്ത, സാധ്യതകളൊക്കെ പഠിച്ചിട്ടുണ്ട്. വെറുതെ അല്ലേ ഇവരൊക്കെ വന്നപ്പോൾ ട്യൂട്ടോറിയൽ ഇല്ലാണ്ടായി പോയത്. കാരണം ഞാനൊക്കെ പഠിക്കുമ്പോണ്ട് വെറുതെ ചുമ്മാതാ വെറുതെ പോണ സാറും തല്ലും മുതുകത്തൊക്കെ. എന്തിനാന്ന് വെച്ചാൽ അവർ മൂടിൻ്റെ ഇരിക്കട്ടെ, അങ്ങനെയാണ് അവർ. കാരണം അവർ രാവിലെ എണീറ്റ് വന്ന് ഇവിടെ വന്ന് ഇതുങ്ങളൊക്കെ ഓരോ ടൈപ്പ് പിള്ളേരല്ലേ, ഓരോരോ ടൈമിൽ അരമണിക്കൂറല്ലേ, ഇതൊക്കെ ഇതിനെ മേയിച്ച് പാട്ട് വിടുമ്പോഴേക്കും ഞങ്ങളൊക്കെ ചെല്ലണത്. അപ്പൊ വെറുതെ പോകുമ്പോൾ രസനൊക്കെ തല്ലിട്ട് പോകും. ആള് മാറത്തില്ല, ഇല്ല വെറുതെ അവരെ രാവിലെ തൊട്ട് അടിക്കണല്ലോ. അപ്പൊ ആളെ കിട്ടിയാലും ചുമ്മാ അടിക്കും. എന്റെ ഒരു സാറിന് ഞാൻ ഓർത്ത് ഈ പുള്ളി എന്നെ തല്ലാൻ വേണ്ടി മാത്രം ഇങ്ങോട്ട് വന്നത്. ഞാൻ ചോദിച്ചിട്ടുണ്ട്. എന്നിട്ട് പുള്ളിക്കാരൻ എൻ്റെ അവിടുത്തെ വാർഷികാഘോഷ പരിപാടി നടക്കുമ്പോൾ എന്നെ വിളിച്ചിട്ടുണ്ടായി ഗസ്റ്റായിട്ട്. അപ്പം ഞാൻ പറിച്ച് ഇതൊക്കെ പറഞ്ഞു കൊടുത്തു, ഞാൻ തല്ലിയ കാര്യമൊക്കെ പറഞ്ഞു, ഞാൻ രാഗീതൊക്കെ പറഞ്ഞു. ഭയങ്കര രസമായിരുന്നു കേട്ടോ. എന്ന് വെച്ചാൽ നമ്മുടെ പ്രതിഭ ട്യൂട്ടോറിയൽസിന് വേറൊരു ഡിഫറൻസ് ഉണ്ട്. ഇവര് പഠിച്ച ട്യൂട്ടോറിയൽസ് പോലെ അല്ല. ഞങ്ങളുടെ പ്രദീപൻ സാറും ഭരതൻ സാറൊക്കെ ഭയങ്കര എന്താ പറയുക സ്ട്രിക്റ്റ് ആണ്, എന്നാൽ ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു. വൈഫൈ കണക്ഷനും അങ്ങനെയൊക്കെ ട്രെൻഡി ആയിട്ടുള്ള അല്ലേ ട്യൂട്ടോറിയൽ. പിന്നെ അതിനിടയ്ക്ക് ചായക്കെ ആയിട്ട് എറണാകുളത്ത് തന്നെ തട്ടുകടയിൽ വന്നേക്കണല്ലേ, ബീഫ് ഫ്രൈ മേടിച്ച വൈഫൈ പാസ്വേഡ് കൊടുക്കും തട്ടുകടയിൽ. അങ്ങനെയൊക്കെ ഉണ്ട്. വിജയേട്ടാ ശരിക്കും സിനിമ തന്നെയായിരുന്നു സ്വപ്നം? തീർച്ചയായിട്ടും. ഒരു ചെറിയ പ്രായം തൊട്ട് തന്നെ, ഒരു UP ഹൈസ്കൂൾ ആ ഒരു പ്രായം തൊട്ട് തന്നെ സിനിമയായിരുന്നു ആഗ്രഹം. അത് അന്നോട്ടന്നെ സ്വപ്നം കണ്ടിട്ടുണ്ട്. എന്നിട്ട് നീ അന്നൊന്നും ഇത് പറഞ്ഞില്ല. പറഞ്ഞാൽ ഞാൻ എത്രയും നേരത്തെ സിനിമ കയറ്റി വിട്ടത്. വേറെ വഴി ഉണ്ടായിരുന്നില്ല. അല്ല, ഇന്ന് തിരിഞ്ഞ് നോക്കുമ്പോൾ എങ്ങനെ തോന്നുന്നു? അതായത് ഇന്ന് എൻ്റെ 10 പേര് അറിയുന്നു, ഞാൻ ചെയ്ത കഥാപാത്രങ്ങൾ ആളുകൾ റെക്കഗ്നൈസ് ചെയ്യുന്നു എന്ന് തോന്നുമ്പോൾ ഹൗ ഡു യു ഫീൽ? ഒറ്റ വാക്കുള്ളൂ, സന്തോഷം. അതിനപ്പുറത്തേക്ക് ഒന്നുമില്ല അതിൽ. കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടം എന്താണെന്നറിയാമോ? പിന്നെ അമ്മയുടെ പെറ്റായിരുന്നു അല്ലേ. ഞാൻ എപ്പോഴും വിളിച്ചിട്ട് ചോദിക്കണം, അതേ ചോദിക്കുള്ളൂ, അമ്മ എന്തെടുക്കണം, അമ്മ സുഖമായിട്ട്. എപ്പോഴും എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എപ്പോഴും
ഇവൻ്റെ സംസാരത്തിലും അതുണ്ടാവും, ഒരു ആർട്ടിക്കൽ വന്നാലും അതിലുണ്ടാവും, ഒക്കെ ഭയങ്കര. ഞാനും ഈ അമ്മമാരെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അച്ഛനെ ഇഷ്ടമല്ലെന്നല്ല, പക്ഷെ കുറേ കൂടി നമുക്ക് അവരോട് താല്പര്യം. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഏറ്റവും ജീവിതത്തിൽ ഭയങ്കര ഇഷ്ടമാണ് ആ കാര്യത്തിൽ. ഞങ്ങളുടെ പ്രോഗ്രാം നടക്കുന്ന സമയത്തൊക്കെ അമ്മ ഉള്ള സമയമാണ്. അവിടെ വന്നിട്ടുണ്ട്, പ്രോഗ്രാം കാണാനുണ്ടായിരുന്നു, സ്റ്റേജിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇവരെല്ലാവരും കണ്ടിട്ടുണ്ട്. സാജുവേട്ടനെ പോലത്തെ സീനിയറായിട്ടുള്ള എല്ലാ ആർട്ടിസ്റ്റുകളും, ഇപ്പോൾ അടുത്തുണ്ടായിരുന്ന നിർമ്മലേട്ടൻ, ഇവരെല്ലാവരും കാണും. ഇവരൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരാൾ വരുന്ന അമ്മ. അപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം, നമ്മുടെ ലൈഫിൽ വേറെ എന്തൊക്കെ നേടാൻ പറ്റിയാലും ഇപ്പം അമ്മയ്ക്ക് വേണ്ടി നമുക്കൊന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ ആ നേട്ടത്തിനൊന്നും ഒരു അർത്ഥമില്ലല്ലോ. എന്നാൽ ആ സന്തോഷമൊക്കെ അമ്മ അനുഭവിച്ചിട്ടുണ്ട്. ഞാൻ എപ്പോഴും ചോദിക്കും, അവനും ഫോൺ ചെയ്താൽ അങ്ങനെ വിളി വന്നു കഴിഞ്ഞാൽ അപ്പം ചോദിക്കണം അമ്മ എന്തെടുക്കുന്നു അതേ ചോദിക്കുള്ളൂ. കാരണം അവന് അത്ര അറ്റാച്ച്മെൻ്റ് ആണെന്ന് എനിക്കറിയാം. അതൊക്കെ ഒരു അനുഗ്രഹമായിട്ട് ഇപ്പോഴും നമുക്ക് കൂടുതൽ പ്രാർത്ഥനയും കാര്യങ്ങളും. അപ്പം എന്തായാലും നമ്മുടെ പ്രതിഭ ട്യൂട്ടോറിയൽ 13-ാം തീയതി ഇറങ്ങുവാണ്. ഒരുപാട് പ്രതീക്ഷകളുണ്ടാവും, നല്ല നല്ല സിനിമകൾ, ഒരുപാട് പുതുമുഖങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടുകയാണ്. മലയാള സിനിമയിൽ പുതിയ ആളുകൾ വരുന്നു. എന്താണ് കാണാൻ പ്രേക്ഷകരോട് പറയാനുള്ളത്? പ്രേക്ഷകരൊത്ത ഒറ്റ കാര്യമുള്ളൂ, നമ്മുടെ പ്രതിഭ ട്യൂട്ടോറിയൽ ഈ പറഞ്ഞ 13-ാം തീയതി തുറക്കുവാണ്. അപ്പോൾ അതിൽ പുതിയ ജോയിൻ ചെയ്യാനായിട്ട് എല്ലാ ചെറുപ്പക്കാരും ഇടിച്ച് കയറി വരിക. അതുപോലെ എല്ലാ അച്ഛനമ്മമാരും വരിക, കുട്ടികളായിട്ട് എത്തുക. എല്ലാവർക്കും അവിടെ അഡ്മിഷൻ ഉണ്ട്. ഏത് വയസ്സിലുള്ള കുട്ടിക്കും അഡ്മിഷൻ ഉണ്ട്, ഏത് പ്രായത്തിലുള്ള ആൾക്കാർക്കും അഡ്മിഷൻ ഉണ്ട്. എന്തായാലും ഇതൊരു നല്ലൊരു എൻ്റർടൈൻമെൻ്റ് ആണ്. കാരണം നമ്മളൊരു സിനിമ കാണാനായിട്ട് പോയി നമ്മൾ കണ്ടിട്ട് പോയി ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രമേ ഫാമിലിനെ കൊണ്ടുപോകുള്ളൂ. അതൊന്നും വേണ്ട, ധൈര്യമായിട്ട് നിങ്ങൾ ഫസ്റ്റ് ഡേ തന്നെ ഫാമിലിയായിട്ട് പോയി കണ്ടോളൂ. വളരെ നല്ലൊരു മൂവിയാണ്. അതുപോലെ തന്നെ ഈ പറഞ്ഞ പുതിയ നായികയുടെ മുമ്പോട്ടുള്ള യാത്രക്കും നിങ്ങളെല്ലാവരും സപ്പോർട്ട് വേണം. അതുപോലെ ഞങ്ങളുടെ രണ്ടുപേരുടെയും ഇനിയുള്ള യാത്രക്കും നിങ്ങളെല്ലാവരും സപ്പോർട്ട് വേണം. ഈ സിനിമയിലുള്ള എല്ലാ ആർട്ടിസ്റ്റുകൾക്കും അതുപോലെ ക്രൂ മെമ്പേഴ്സിനും ഡയറക്ടർക്കും പ്രൊഡ്യൂസർക്കും എല്ലാവർക്കും മുമ്പോട്ട് ഒരു കാലെടുത്ത് വെക്കണമെങ്കിൽ നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ട് ഉണ്ടായാലേ പറ്റുള്ളൂ. അപ്പോൾ എന്തായാലും തീർച്ചയായിട്ടും എല്ലാവരും സിനിമ കാണുക, ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുക, പടം വിജയിപ്പിക്കുക. സാധാ ഒരു കഞ്ഞി കുടിക്കാനായിട്ട് നിങ്ങൾ വന്നാൽ മതി, അത്യാവശ്യം ഒരു നല്ല ഊണ് കഴിച്ചിട്ട് ഇറങ്ങിപ്പോരും. ഓക്കെ, തീർച്ചയായും വലിയൊരു ഗംഭീര ഊണിൻ്റെ ആവട്ടെ പ്രേക്ഷകർക്ക്. ഇനി ഒരുപാട് ചിത്രങ്ങൾ നിങ്ങളെ കാണാൻ സാധിക്കട്ടെ. അപ്പം ഇതിന്റെ ആഘോഷത്തിൽ നമുക്ക് കൂടണ്ടേ? തീർച്ചയായിട്ടും. അപ്പം അങ്ങനെ ഒരു ആഘോഷം കൂടാതെ എനിക്ക് യോഗം ഉണ്ടാവട്ടെ. അപ്പം ഇനി ഇത്രയും സമയം ഞങ്ങൾക്ക് വേണ്ടി തന്നെ താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്.